എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഒരു ഈസി മോഡൽ ടൈപ്പ് ഓഫ് എക്സാം തന്നെയായിരുന്നു. ഏതെങ്കിലും സബ്ജക്റ്റ് ടഫ് ആയിരുന്നു? ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് മാത്രം. അത്ര വലിയ ടഫൊന്നല്ല, പക്ഷെ നല്ല ബയോളജി, ടഫ് ഫിസിക്സ് ആയിരിക്കും. ഫിസിക്സ് തന്നെ. ഞാൻ ഓർഡർ ആയിട്ടാ പോയത്. റിപ്പീറ്റർ ആണോ? അല്ലല്ല, ഫസ്റ്റ് ടൈമാണ്. എല്ലാ സബ്ജക്റ്റും അല്ല, ഫിസിക്സ് കുറച്ചൊരു കുഴപ്പമായി തോന്നി. ബാക്കി ബയോളജിയും കെമിസ്ട്രി ഈസി. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് എഴുതി. എവിടെയാ പഠിച്ചോക്കടാ? റീസണിങ് പഠിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ബയോ കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് ആദ്യത്തെ കുറച്ചെണ്ണം കിട്ടി. കെമിസ്ട്രി മൊത്തം നോക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് പാറ്റേൺ ഓഫ് ക്വസ്റ്റിന് പ്രോബ്ലംസ് ആണോ കൂടുതലായിട്ട് ചോദിച്ചത്? അതെ, എന്നാലും കുറച്ചൊക്കെ സിമ്പിൾ ആയിരുന്നു. ഫിസിക്സിൽ ആദ്യത്തെ ഭാഗമൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് കുറച്ച് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു അല്ലേ? സിമ്പിൾ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സബ്ജക്റ്റ് ടഫ് ആയിരുന്നു. എനിക്ക് ഒന്നും കൂടി തോന്നിയത് ഫിസിക്സ് ഇത്തിരി. കെമിസ്ട്രിയും ബയോളജി നല്ല സിമ്പിൾ ആയിരുന്നു. ബയോളജി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമുണ്ടായില്ല. എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയോ? ഏതായിരുന്നു ഏറ്റവും ഈസി ആയിരുന്നത്? ബോട്ടണി ആയിരുന്നു. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് എഴുതി. ഉണ്ട്. ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു. അതാ പ്രശ്നം. ടൈം മാനേജ്മെന്റ് കുറച്ച് റിപ്പീറ്റർ ആണോ? റിപ്പീറ്റ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഓ ഉണ്ട്, ടൈം മാനേജ്. റിപ്പീറ്റർ ആണോ? അല്ലല്ല, ഫസ്റ്റ് ടൈമാണ്. കുറേ വന്നിട്ടുണ്ട്. മോക്ക് ചെയ്തുന്ന ടൈമിൽ കണ്ട കുറേ ക്വസ്റ്റ്യൻസ് വന്നിരിക്കണേ. ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇത് മോക്ക് ചെയ്തിട്ടുണ്ടതിനോട് ടൈം നല്ല മാനേജ് ചെയ്യാൻ കഴിയും. നമ്മൾ 3 സബ്ജക്റ്റ് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഏത് സബ്ജക്റ്റാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്? ഫിസിക്സ് ആയിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അതായത് റിപ്പീറ്റർ ആണോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്? ഏത് സബ്ജക്റ്റ് ആണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്? ബയോളജി തന്നെയാണ്. ഓക്കെ, ബാക്കി സബ്ജക്റ്റ് എങ്ങനെ? എനിക്ക് കെമിസ്ട്രി കുറച്ച് വീക്കാണ്, പക്ഷെ കുഴപ്പമില്ല, പിടിച്ചേക്കാം. പിന്നെ ഫിസിക്സ് വലിയ ഇതുണ്ടായില്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു അതോ? എളുപ്പമായിരുന്നു കുറച്ച്. റിപ്പീറ്റർ ആണോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എഴുതുന്നത്? ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ്? ബയോളജി ആണ്. ടഫ് ആയിട്ടുള്ളതോ? ബാക്കി സബ്ജക്ട് എങ്ങനെ? കെമിസ്ട്രി ആണ് ടഫ് ആയിട്ടുള്ളത്. ഓക്കെ, എക്സ്പെക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? അത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വിചാരിച്ച NCERT ഭയങ്കര ടഫായിട്ട് വിചാരിച്ചു. അത്രയ്ക്ക് വന്നിട്ടൊന്നുമില്ല. അത്രയൊന്നുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? പാറ്റേൺ ഒക്കെ സെയിം ആയിരുന്നോ? സിമ്പിൾ ആയിരുന്നു. ഓക്കെ, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എഴുതാൻ പറ്റിയോ? ആവറേജ് ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. റിപ്പീറ്റർ ആണോ? റിപ്പീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എക്സാം എക്സ്പെക്ട് ചെയ്ത പോലെ എഴുതാൻ പറ്റിയോ? ബയോളജി ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ബയോളജി സിമ്പിൾ ആയിരുന്നു. പിന്നെ എന്താണ് കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ എങ്ങനെയാണ്? അത് കുഴപ്പമില്ല, ഒരു മോഡൽ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ കാണുന്നു? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള എക്സാം അല്ലേ? ആയിക്കോട്ടെ, എന്തായാലും നല്ലൊരു സ്കോർ മാർക്ക് ചെയ്തത്. താങ്ക് യു. റിപ്പീറ്റർ ആണോ അതോ ആദ്യമായിട്ടാണോ പ്ലസ് ടു കഴിഞ്ഞിട്ട് എഴുതാണോ? റിപ്പീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ, എളുപ്പമായിരുന്നോ ടഫായിരുന്നോ? എളുപ്പമായിരുന്നു. ഏത് സബ്ജക്റ്റാണ് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നിയത്? ഫിസിക്സിന് സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? പ്രോബ്ലംസ് ആണോ കൂടുതലായിട്ട് ചോദിച്ചേ? സമയം എടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ബാക്കി കെമിസ്ട്രിയും ബുദ്ധിമുട്ടാണ്. ഫിസിക്സ് ആണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാക്കിയത് അല്ലേ? എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നല്ല മാർക്ക് കിട്ടട്ടെ.